സ്വർണ്ണാഭരണങ്ങൾക്ക് സൗജന്യ ജ്വല്ലറി ഇൻഷുറൻസും. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. കാരണം ഓരോ വധുവിന്റെയും ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. വിവിധ ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ചും പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെയും LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷീന രാജൻ ഉദ്ഘാടനം ചെയ്തു. നാടിന് നൽകിയ വികസനങ്ങൾ UDF ഭരണത്തിൽ ഒന്നൊന്നായി തകർക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരള സംസ്ഥാനത്തിനകത്ത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് ആരംഭം കുറിച്ച് അത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 മാസക്കാലം കൊണ്ട് കേരളത്തിലെ UDFന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള മുഴുവൻ പദ്ധതികളെയും മുഴുവൻ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് കേരള സംസ്ഥാനത്തിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ വണ്ടൂർ പഞ്ചായത്തിനകത്ത് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഏതൊരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും, അത് ഏത് കക്ഷി രാഷ്ട്രീയമാവട്ടെ, ഏതൊരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും ആ ഗവൺമെന്റിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ആ നാടിന്റെ വികസനമാണ്, ആ നാട്ടുകാരുടെ ക്ഷേമമാണ്. പക്ഷേ ഈ 2 മാസക്കാലം കൊണ്ട് കേരളത്തിനകത്തെ UDFന്റെ മന്ത്രിസഭ, VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കേരളത്തിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും അട്ടിമറിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു കേരള സംസ്ഥാനത്തിനകത്ത് ഒരു നാടിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ്. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളുമാണ് ആ നാടിനകത്തുള്ള ഓരോ വ്യക്തിഗത ആനുകൂല്യങ്ങൾ അടക്കം ഒരു നാടിനകത്ത് കൊടുക്കുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. അവിടെയുള്ള പദ്ധതികളെ മുഴുവൻ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് ഇപ്പോ UDFന്റെ മന്ത്രിസഭ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1533 കോടി രൂപയുടെ വെട്ടിക്കുറവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള ഫണ്ടില് UDF ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത്. പറയുന്നത് എന്താ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ നിന്നും പോകുന്ന സമയത്ത് അവിടെ കൊടുക്കേണ്ടുന്ന ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കൊടുക്കേണ്ടുന്ന അവസാന ഗഡു കൊടുക്കാതെയാണ് പോയിട്ടുള്ളത് എന്നാണ് VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന പദ്ധതി വിഹിതം കൃത്യമായി തന്നെ വിനിയോഗിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. പക്ഷേ അത് കൃത്യമായി നടപ്പിലാക്കാതിരുന്നതിനുള്ള പ്രധാന കാരണം തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ആ ഫണ്ട് കൊടുക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിക്കാതിരുന്നതിന്റെ ഭാഗമായി, കോഡ് ഓഫ് കണ്ടക്ട് നിലവിലുന്നതിന്റെ ഭാഗമായി, പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് 10,000-ൽ പരം കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ സമയത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ച സർക്കാർ നടപടി പിൻവലിക്കുക, ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കുന്നത് അവസാനിപ്പിക്കുക, സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തലാക്കാനുള്ള തീരുമാനം തിരുത്തുക, PMAY ഭവന പദ്ധതിക്ക് പണം വകയിരുത്താത്ത പഞ്ചായത്തിന്റെ നിലപാട് തിരുത്തുക, ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പ് കൃത്യമായി വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു സമരം. അഡ്വക്കേറ്റ് അനിൽ നിരവിൽ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം C ജയപ്രകാശ്, ലോക്കൽ സെക്രട്ടറി P അരുൺ, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി O ഷിഹാബ്, CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TP ഇബ്രാഹിം, VK അശോകൻ, പഞ്ചായത്ത് അംഗങ്ങളായ T ഉമ്മറുകുട്ടി, P രമേശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.